ചേരുന്നത്. വോട്ടിന് കോഴ ആരോപണത്തിൽ പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാലക്കാട് RO ആണ് ശോഭാ സുരേന്ദ്രന്റെ മൊഴിയെടുത്തത്. ഷാരിഖ് നവാസുണ്ട് വിവരങ്ങളുമായി പാലക്കാട് നിന്ന്. ഷാരിഖ്, നടപടികളിലേക്ക് കടക്കുന്നു. ഇപ്പോഴും AI വീഡിയോ എന്നതാണോ ശോഭാ സുരേന്ദ്രന്റെ വാദം? ഗൂഗിൾ അത്തരത്തിലൊരു വാദത്തിൽ, അതായത് ശോഭാ സുരേന്ദ്രൻ ഇന്നലെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴും അത്തരത്തിലുള്ള ഒരു വനിത തന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ ആവർത്തിക്കുകയാണ്. അതായത് തന്റെ നിഴലാണെന്നാണ് ആദ്യം ശോഭാ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത്. എന്നാൽ ആ നിഴലിന് ജീവനുണ്ടായ, ആ ജീവനൊരു പേരുണ്ടായി, സിമി സജീവ് നായർ ഉൾപ്പെടെയുള്ള പേര് പിന്നീട് പുറത്തു വന്നു. കോൺഗ്രസ് പ്രവർത്തകർ അവർ ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും മറ്റുമൊക്കെ പങ്കുവെക്കുകയുണ്ടായി. അതെല്ലാം ലോകത്തേക്ക് വരികയും ചെയ്തു. അത്തരത്തിൽ ആ സംഭവത്തിലാണ് ഇന്ന് RDO, അതായത് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വരണാധികാരിയായ RDO ശോഭാ സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തിയത്. അതായത് ജില്ലാ കളക്ടർ RDOയോട് ഈ സംഭവത്തെ അന്വേഷിക്കാൻ ഉത്തരവിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് RDO ശോഭാ സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തിയത്. വിശദമായ റിപ്പോർട്ട്, അതായത് 11-നകം ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കാനാണ് നിർദ്ദേശമുള്ളത്. അപ്പോൾ RDO മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇനി, അതായത് പണം വാങ്ങി എന്ന് പറയുന്ന ദേവു എന്ന വയോധികയുടെ മൊഴി കൂടെ രേഖപ്പെടുത്തും. ഈ സംഭവത്തിലെ വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ടായിരിക്കും ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുക. തുടർന്ന് ജില്ലാ കളക്ടർ ഈ റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സമർപ്പിക്കും. ഇതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഒരു അന്തിമമായ ഒരു നടപടി ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൂഗിൾ, അനുജ. ശരി, വോട്ടിന് കോഴ ആരോപണത്തിലാണ് ശോഭാ സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.